ഹലോ ഫ്രണ്ട്സ്, മംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ പതിവ് റുട്ടീനൊക്കെ തുടങ്ങുകയാണ്. രാവിലെ 5 മണിക്ക് എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠിക്കാൻ, വീട്ടമ്മമാർക്കാണെങ്കിൽ അടുക്കള ജോലികളൊക്കെ ഒരു സമാധാനമായിട്ട് ചെയ്യാനും പറ്റിയൊരു ടൈമാണ്. വലിയ ശല്യമൊന്നുമില്ലാതെ കുട്ടികളൊക്കെ ഉണരുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരൊക്കെ ഉണരുന്നതിൻ്റെ മുമ്പേ നമുക്ക് അടുക്കളയിലെ ജോലികളൊക്കെ നമുക്ക് തീർത്ത് വെക്കാം രാവിലെ ഉണർന്നാൽ. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെയാണ്, കറിക്കുള്ള കഷ്ണങ്ങൾ, ഉപ്പേരിക്കുള്ളത് ഒക്കെ നുറുക്കി വെക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജൊക്കെ നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും കഴിയും. ഓരോ ബോക്സിലാക്കി വെച്ച് ക്ലിയറാക്കി വെച്ചാൽ പെട്ടെന്ന് കൂടുതൽ സമയം ഫ്രിഡ്ജ് ഇങ്ങനെ തുറന്നു വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കഷ്ണമൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് കുറച്ച് നേരം ഇടും. അതിനുശേഷം നന്നായിട്ട് കഴുകിയിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുന്ന് കുക്കറിലൊക്കെ ഒന്ന് വേവിച്ചതിന് ശേഷമാണ് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് പച്ചമുളകൊക്കെ ചേർത്ത് ഒരു ലേശം വെള്ളം, ഒരു സ്പൂണ് വെള്ളമേ ഒഴിക്കാവൂ. കുക്കറൊക്കെ ആകുമ്പോൾ പിന്നെ അടിയിലൊന്ന് പിടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ്. ഇനി നമ്മൾ കഴുകിയ വെള്ളവും ചിലപ്പോൾ അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ സമാധാനത്തിന് ലേശം വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കും. ഒറ്റ വിസിൽ അതടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചോറൊക്കെ ഇളക്കുന്ന കയ്യിൽ കൊണ്ടൊന്ന് പൊക്കുക, അതിൻ്റെ വിസിലൊന്ന് പൊക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇതൊക്കെ പോവും, ആവിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ. അപ്പോൾ എൻ്റെ എളുപ്പപ്പണിക്കൊക്കെ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ ഉപ്പേരിയുടെ കഷ്ണം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കടുകിലേക്ക് വറവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പേരിയായി. പിന്നെ ആ കുക്കർ കഴുകിയെടുത്ത് കൂട്ടാനും വയ്ക്കും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ എളുപ്പ ജോലികൾ. അപ്പോഴേക്കും ഏട്ടനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. 5:30, 5:45 ആകുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് എണീറ്റ് വരും. പിന്നെ ട്യൂഷനുണ്ട് മോന്, ചെറിയ ആൾക്ക്, അപ്പോൾ അവനും എണീറ്റ് വരും. 6 മണി 6:15 ആവും എണീക്കാൻ. 6 മണിക്ക് എണീക്കും. പക്ഷേ കുറച്ച് നേരം ഇരുന്ന് ഉറക്കം തൂങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നീറ്റ് ഒന്ന് റെഡി ആവുള്ളൂ. നീറ്റ പാടന്നെ ആർക്കും ഒന്ന് പെട്ടെന്ന് കണ്ട് റെഡി ആവില്ലല്ലോ. ഞാനും തന്നെ നീറ്റ് വന്നു കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇരുന്നതിന് ശേഷമാണ് പല്ലൊക്കെ തേക്കാൻ പോകുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലേ. ഇപ്പോൾ ഈ ചൂടും കൂടി അതിന് ശേഷം ഭയങ്കര ക്ഷീണമാവും എല്ലാവർക്കും. അപ്പോൾ ചോറൊക്കെ നമ്മൾ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അരി ഇട്ടിട്ടുണ്ട്. ഇനി തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിലേക്കാണ്ട് ഇറക്കി വെക്കലാണ് ചെയ്യാറ്. അപ്പോൾ ഏട്ടനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്നോട്. അതാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ചിരിക്കുന്നതൊക്കെ. അപ്പോൾ കുക്കറിലേക്ക് പിന്നെ നമ്മളത് വെന്തിട്ടുണ്ട്, ഉപ്പേരി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഈ കടുകിലേക്കുണ്ട് താളിച്ച് ചേർക്കേ വേണ്ടൂ. അപ്പോഴേക്ക് ഉപ്പേരി റെഡി. എന്നിട്ട് നന്നായി വെള്ളം വറ്റി നല്ല ഫ്രൈ ആക്കി എടുത്താൽ മതി. കൈപ്പങ്ങേൻ്റെ നല്ല ടേസ്റ്റാണ്. നമുക്ക് അങ്ങനെ ഒരു കുക്കറിൽ വേവിച്ചു എന്നൊന്നും തോന്നേ ഇല്ല. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അരിയൊക്കെ തിളച്ച് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട്ടുജോലികളൊക്കെ എന്ന് പറഞ്ഞാൽ എന്നും ഇത് റിപ്പീറ്റായി ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്നിപ്പോൾ ഒരു ചോറും കൂട്ടാനും ഉപ്പേരിയും ഇതൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കുക. കൂടുതൽ വിഭവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ അല്ലേ. സാധാരണ ഒരു കുടുംബത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അത്രയ്ക്കേ വിഭവങ്ങൾ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഏറി വന്ന മീനൊക്കെ വാങ്ങും. പിന്നെ ഞായറാഴ്ചയാണെങ്കിൽ ചിക്കൻ വാങ്ങും. അങ്ങനെയൊക്കെയാണ് ഇവിടെ പതിവ്. ഡെയിലി മീൻ വാങ്ങുമോ ചോദിച്ചാൽ വെള്ളിയാഴ്ച മീൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അധികം മീൻ ഉണ്ടാവും ഇവിടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻ്റ് ആണ്. നമ്മൾ വീട്ടിലെ ചിലവൊക്കെ ചുരുക്കി എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി നമ്മൾ സൂക്ഷിക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോകുക. സാധനങ്ങൾ ഏതൊക്കെയാണ് കഴിഞ്ഞത് എന്നുള്ളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ ആ ഒരു ലിസ്റ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ മൊബൈലിലാണ്
സേവ് ചെയ്ത് വെക്കുന്നത് വെച്ചാൽ അങ്ങനെ സേവ് ചെയ്ത് വെക്കാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ട് വീട്ടിൽ നിന്ന് പോവുക. എന്നാൽ വലിയ ഷോപ്പിംഗ് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ശീലം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ സ്നാക്സ് അതൊക്കെയാണെങ്കിലും അതെ, കൊച്ചു കുട്ടികളൊക്കെ അധികം കൊണ്ടുപോകാതെ നിൽക്കുക. അവരെ കൊണ്ടുപോയാൽ നമുക്ക് അമിതമായിട്ടുള്ള ചിലവ് തന്നെ ഉണ്ടാവും. കാരണം അവർ കാണുന്നത് മുഴുവൻ അവർക്ക് വലിച്ച് അവർ കൊട്ടയിലേക്ക് വലിച്ചിടും. പിന്നെ നമ്മൾ അവിടെ ബഹളം വയ്ക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് കൊച്ചു കുട്ടികളെ അധികം കൊണ്ടുപോകാതിരിക്കുക. അല്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലൊക്കെ കൈ പിടിച്ചിട്ടൊക്കെ നടന്നാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ മാങ്ങയും വെള്ളരിക്കയൊക്കെയാണ് ഇന്നത്തെ കറി. അപ്പോൾ ഇതുപോലെ മണി മാനേജ്മെൻറ്റ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കുടുംബ ബഡ്ജറ്റ് നല്ല ഒരു വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കോളും. പിന്നെ വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണം. ഒരാൾക്കല്ല, രണ്ടാൾക്കും വേണം. എങ്കിൽ ഒരാൾക്കെങ്കിലും നമുക്ക് ഒരു ശ്രദ്ധ വേണം. നമ്മുടെ കയ്യിലെ പൈസ പോണതും നമ്മൾ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ചിലവഴിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ബോധം നമുക്ക് വേണം. എങ്കിൽ മാത്രമേ നല്ലൊരു കുടുംബജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ വലിച്ചു വാരി അവിടെ പല വിലക്കുറവുകളും ഒക്കെ കാണും. പക്ഷേ നമ്മൾ സകല എണ്ണത്തിൻ്റെയും വിലക്കുറവുണ്ടെന്ന് കരുതി നമുക്ക് ഇതൊക്കെ വലിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ അതുപോലെ തന്നെ ഉണ്ടാവുമായിരിക്കുന്നു. എന്നാലും വിലക്കുറവ് കാണുമ്പോൾ പിന്നെയും അത് വാങ്ങിക്കൂട്ടും. പിന്നെ ആകെ കേടുവന്ന് നാശമായി വലിച്ചെറിയേണ്ട അവസ്ഥ വരും. അപ്പോഴും നഷ്ടമാകുന്നത് നമ്മളുടെ പണം തന്നെയാണ്. പച്ചക്കറി ആണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള പച്ചക്കറി നമ്മൾ വാങ്ങിക്കുക. അത് മുഴുവനായിട്ട് തീർന്നിട്ട് മതി അടുത്ത വാങ്ങാൻ പോകുന്നത്. ആഴ്ചയിൽ ഒരു കുറി പച്ചക്കറി വാങ്ങുക. അങ്ങനെ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ഇങ്ങനെ സ്കോർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം കടവും ഇങ്ങനെ പണം അമിതമായിട്ടൊക്കെ ചിലവഴിച്ചിട്ട് കണ്ടില്ലേ പേപ്പറിലൊക്കെ വരുന്നത്, ധൂർത്തടിച്ചു. അതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ആവശ്യമില്ലാതെ ഉള്ളതും ഒക്കെ വലിച്ചു വാരി വാങ്ങി നമ്മൾ പണം അമിതമായിട്ട് ചിലവഴിക്കും. അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ന് കാടമുട്ടേൻ്റെ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരെണ്ണം താഴത്തേക്ക് വീണു കേട്ടോ, പക്ഷെ പൊട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയണ കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ കണക്ക് കൂട്ടലോടുകൂടി ജീവിച്ചാൽ നമുക്ക് വലിയ ടാസ്ക് ഉണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയണം. കാരണം സ്കൂളിലെ ഫീസ്, പുസ്തകം, അങ്ങനെയുള്ള വേറെയുള്ള ചിലവുകളൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഈ അടുക്കളയിലുള്ള സാധനങ്ങൾ മാത്രമല്ലല്ലോ നമുക്കുള്ളത്. അപ്പോൾ എല്ലതും ഒരു മാനേജ് ചെയ്ത് പോകാൻ നമുക്ക് കഴിയണം. പിന്നെ സ്വന്തം വീടല്ലാത്തവർക്ക് വാടക വീട്, അതിൻ്റെ പൈസ കൊടുക്കണം വേറെ. അപ്പോൾ അത്തരത്തിലുള്ള ചിലവുകളൊക്കെ നമ്മൾ ഒരു ബുക്കിൽ എഴുതിയിട്ടോ ഒക്കെ നമ്മൾ അതാത് മാസത്തെ കണക്കാക്കി നമ്മൾ അതാത് മാസം തന്നെ തീർക്കാൻ നമ്മൾ നോക്കണം. അപ്പോൾ ചായ തിളച്ച് പോയി. അപ്പോൾ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണല്ലേ. 1000 കൈകളുണ്ടെങ്കിലും ഒരു വീട്ടമ്മയ്ക്ക് തികയാത്ത പോലെയൊക്കെയാണ് ചില സമയത്ത്. എല്ലാവർക്കും രാവിലെ പോകേണ്ടവരാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരു 9 മണിയോടുകൂടി എല്ലാവരും പോകും എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോഴുള്ള ഒരു തിരക്കാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോഴേക്കും ചായ തിളച്ച് പോയി. അപ്പോൾ ഞങ്ങളിനി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം നമ്മൾ സംസാരിച്ചൊക്കെ ഇരിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് സമയം ഒരു ഫാമിലി ടൈം കണ്ടെത്തിയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് ഇരിക്കുക. കുട്ടികളായിട്ടും സംസാരിക്കണം നമ്മൾ. അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഓരോ കാര്യങ്ങളും നമ്മളോട് പറയുള്ളൂ. എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂളിൽ നടന്നത് എന്നൊക്കെ പറയണം. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അവരോട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ അങ്ങനെയാണല്ലോ.
അപ്പോൾ കണ്ടില്ലേ ഒരു റാഗിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇതാ. അപ്പോൾ ആ കുട്ടികൾ വീട്ടിൽ പറയാതെ ഇരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് വീട്ടിൽ ഫാമിലിയോട് സംസാരിച്ചിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലായിരുന്നു. ഫാമിലിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി എന്തായാലും പറയില്ല എങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യം എന്തായാലും പറയാതിരിക്കില്ല. ഇടയ്ക്കൊക്കെ എന്തായാലും കുട്ടികൾ വീട്ടിൽ വരലുണ്ടാവും. അപ്പോൾ അവർ കൂടുതൽ കുട്ടികളുടെ ആയിട്ട് സംസാരിക്കാനോ ഒന്നും നിൽക്കാറില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ആ കുട്ടി പറയുമായിരുന്നു. എന്ത് ഭീഷണി ഉണ്ടെങ്കിലും അച്ഛനോടും അമ്മേനോടും സ്നേഹത്തോടു കൂടി സംസാരിക്കുമ്പോൾ അവർ പറയാതിരിക്കില്ല. അപ്പോൾ നമുക്കത് ഇടപെടാൻ കഴിയുമായിരുന്നു. ഇങ്ങനെ കൂടുതലൊരു മൃഗീയമായ ആക്രമണത്തിന് ആ കുട്ടി ഇരയാവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ എന്തായാലും കുറച്ച് ഫാമിലി ടൈം എന്ന് പറഞ്ഞ് കുറച്ച് സമയം കുട്ടികളെയായിട്ടും ഹസ്ബൻഡിനെയൊക്കെ ആയിട്ട് സംസാരിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ള ടൈമും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഏട്ടൻ പുറത്തേക്കൊന്ന് പോവുകയാണ്. മീൻ വാങ്ങാനോ അങ്ങനെ എന്തോ ആണ് കാര്യത്തിനാണ് പോണത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെടിയൊക്കെ നനച്ചു. അത് കഴിഞ്ഞ് പിന്നെ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ മുറ്റം ഒരു 6:30 മണിയൊക്കെ ആകുമ്പോഴേക്കും മുറ്റമൊക്കെ അടിക്കും. അപ്പോൾ നമ്മൾ വേഗം ഓരോ ജോലികളൊക്കെ ഇങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം റിലാക്സ് ചെയ്തിരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവും. മുറ്റടിക്കലാണ്. ഇപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല ഒരു രാവിലെ മാത്രമേ ഉള്ളൂ കുറഞ്ഞൊരു തണുപ്പ്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യുമ്പോൾ ഒരു ഉഷാറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആകെ ചൂട്, ഭയങ്കര അസഹനീയമായ ചൂടാണ്. നമ്മളിവിടെ കുറവാണെന്ന് തോന്നുന്നു. പാലക്കാട് ജില്ലയിലൊക്കെ ഭയങ്കര ചൂടാണെന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ ഓരോ സംഗതി കഴിയുമ്പോഴും നമ്മളൊരു തുണി എടുത്തിട്ട് അവിടേക്ക് ഒന്ന് വൃത്തിയായിട്ട് തുടയ്ക്കുക. അതിന് ശേഷം അടുത്ത ജോലി ചെയ്യുക. അപ്പോൾ എൻ്റെ വീട് എൻ്റെ അടുക്കള കുറച്ച് ചെറിയതായതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെന്ന് പറഞ്ഞാൽ എത്ര സ്ഥലം ഉണ്ടെങ്കിലും നമുക്ക് വലിയ അടുക്കളയാണെങ്കിൽ പോലും സ്ഥലം തികയാത്ത പോലെയുള്ള ഒരവസ്ഥയാണ് അല്ലേ. അപ്പോൾ ചെറുതാണെങ്കിൽ നോക്കും വേണ്ട. അപ്പോൾ പിന്നെ അടുക്കള വൃത്തിയാക്കാൻ എളുപ്പം ചെറുത് തന്നെയാണ്. അപ്പോൾ മാങ്ങയും വെള്ളരിക്കയാണ് കൂട്ടാനെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് നാളികേരം അരച്ചൊഴിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് അടുക്കളയിലെ ഏകദേശം ജോലികളൊക്കെ ക്ലിയറായി തുടങ്ങി. കാടമുട്ട തോടൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടൊരു കൊട്ടയിലേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ തോട് പൊളിച്ച് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാൻ ഇതും കൂടി കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. കുറച്ച് ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെയൊക്കെ അവർക്ക് കൊടുത്തങ്ങനെ എന്തെങ്കിലും ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ. മുട്ട, അതേമാതിരി ചിക്കൻ കറി, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഫ്ലേവറൊക്കെ ഉണ്ടായാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് മോർണിംഗിലെ ഭക്ഷണമൊക്കെ നന്നാക്കി കൊടുക്കുക. രാവിലത്തെ ഭക്ഷണമാണ് അവർക്ക് പ്രധാനമായിട്ടും കുട്ടികൾക്കാണെങ്കിലും ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ഒക്കെ നല്ലൊരു ഊർജം കൊടുക്കുന്നൊരു സംഗതി. പിന്നെ അങ്ങോട്ട് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ക്ലിയറായിട്ട് സമീകൃതമായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഫ്രൂട്ട്സൊന്നും കഴിക്കില്ല. നമുക്ക് കഴിയണ പോലെയൊക്കെ നന്നാക്കി കൊടുക്കാം. ഇപ്പോൾ ചട്നി അരച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ കടുക് ഇങ്ങനെ അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. മറ്റേത് ഇങ്ങനെ ഈ നാളികേരം അരച്ചതിലേക്ക് കടുക് ചേർക്കുമ്പോഴേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ കേട് വരികയാണ്, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ആ കടുക് വറവിട്ടയിലേക്ക് നാളികേരം ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ചട്നി റെഡിയാക്കാറ്. ഇപ്പോൾ മറ്റേത് ചട്നി പെട്ടെന്ന് നാശമായി പോവുകയാണ്. അപ്പോൾ അടിപൊളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയൊക്കെ നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ പിന്നെ മിറ്റടിക്കലും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പോൾ സമയം 6:30 കഴിഞ്ഞ് 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. 7 മണി ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിനോടടുത്തെത്തി. ഉച്ചയ്ക്കുള്ള ലഞ്ചും ഒക്കെ റെഡിയായി. ഉപ്പേരിയായി, കറികളായി, എല്ലതുമായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ് മോന്. അവർക്ക് പോവാനായിരിക്കുന്നു. അപ്പോൾ ചോറാക്കുകയാണ്. ചോറും കൊണ്ട് പോവലുണ്ട്. ഇടയ്ക്കൊക്കെ കൊണ്ടുപോകും, ഇടയ്ക്ക് അവിടെ സ്കൂളിൽ നിന്ന് തന്നെ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആക്കി കൊടുക്കുകയാണ്.
അപ്പോൾ കൈപ്പങ്ങ ഉപ്പേരി കണ്ടില്ലേ, നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു, പെട്ടെന്ന് തന്നെ ആവും. മറ്റേത് ഉപ്പേരി വെള്ളം ഒഴിച്ച് അത് ചട്ടിയിൽ കിടന്ന് വെന്തിട്ട് വേണ്ടേ നമുക്കത് വറ്റിക്കാനൊക്കെ. അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്താൽ പെട്ടെന്ന് കഷ്ണം വെന്തു, പിന്നെ ഇതിലേക്ക് താളിച്ച് ഒഴിക്കുക, അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ചെറിയ ആളെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവനാണ് കേട്ടോ ബൈക്ക് ഓടിക്കുന്നത്. ഓടിച്ച് പോകുമൊന്നുമില്ല, ഗേറ്റ് വരെ ഓടിക്കും, അവിടുന്ന് പിന്നെ അവൻ്റെ അച്ഛനെ കൂട്ടിയിട്ടാണ് പോവുക. അപ്പോൾ ബൈക്ക് ഓടിക്കാനൊക്കെ അവർ പഠിച്ചു. എത്ര ചെറിയ മക്കളല്ലേ, അവർക്കൊന്നും ഒരു പേടിയില്ല. സൈക്കിൾ ഓടിക്കുന്ന സ്പീഡിലാണ് അവർ ഓടിച്ചു പോണത്. അപ്പോൾ അടുക്കളയൊക്കെ ഒതുക്കി, അടുക്കള ഒതുക്കൽ കഴിഞ്ഞു. പിന്നെ പാത്രം കഴുകാനുള്ള ജോലിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കറിയായി, ഉപ്പേരിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട്. നേരം 10 മണി 9:30 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ ചെറിയ മാങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ്. അപ്പോൾ ഇനി നമുക്ക് ചെടിയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. കുറച്ച് നേരം നമ്മൾക്ക് അവർക്കും വേണ്ടി സമയം കണ്ടെത്തണം, എങ്കിലേ ചെടികളൊക്കെ നല്ല പൂവൊക്കെ ഇട്ട് നമുക്ക് സന്തോഷം തരുള്ളൂ. നമ്മളവരെ നോക്കിയാലേ നമുക്കും അവർക്ക് തിരിച്ചിങ്ങോട്ടും സന്തോഷമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ബോഗൺവില്ലയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കളറൊക്കെ കുറേ പോയി. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ താടി നിൽക്കുന്നത് കണ്ടില്ലേ, എന്ത് ഭംഗിയാലേ. ഇങ്ങനെ ചെറുപ്പത്തിലതൊക്കെ കാണുമ്പോൾ ഇതിന് ജീവനുണ്ടെന്നാണ് എൻ്റെ വിചാരം. എന്നിട്ട് ഭയങ്കര പേടിയായിരുന്നു പണ്ട്. ഇങ്ങനെ പാർപ്പിച്ച് കളിക്കാനൊക്കെ നല്ല രസമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഊതി വിട്ടതാണ്. അപ്പം ഇത് കണ്ടില്ലേ, ചെടികളൊക്കെ നല്ല പൂത്ത് നിൽക്കുന്നുണ്ട്. വെയിലൊക്കെ തട്ടിയിട്ടാണ്, നല്ല കളറാണ് ചെടികൾക്കൊക്കെ. അപ്പോൾ എല്ലാത്തിൻ്റെയും എടുത്ത് നമ്മളെ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ നമുക്കൊരു സന്തോഷം തരുള്ളൂ. ഇപ്പോൾ ചെടികളാണെങ്കിലും പക്ഷികളെയോ എന്തിനെങ്കിലുമൊക്കെ വളർത്തുന്നവരാണെങ്കിലും അവരുടെ അടുത്തൊക്കെ ഒന്ന് പോയി കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ച് ഒക്കെ നിൽക്കുമ്പോൾ അവർക്ക് നമ്മളോടൊരു ഇണക്കമൊക്കെ ഉണ്ടാവും. വീടാണെങ്കിലും നമ്മൾ വീട് നോക്കിയാലല്ലേ വീടൊക്കെ നല്ല ഇതിലിരിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ചെടികളും. നമ്മളതിലുള്ള പുല്ലും കാടൊക്കെ പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് നോക്കിയാൽ മാത്രമാണ് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയുള്ളൂ. മറ്റേത് ചെടിച്ചട്ടിയിലൊക്കെ ഒരുപാട് പുല്ല് കാണാം ചിലവരെ വീട്ടിലൊക്കെ ചെന്നാൽ. ഇപ്പോൾ നേരം 10 മണി. എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്.